ഈ തെരഞ്ഞെടുപ്പില് വെറൈറ്റി മുദ്രാവാക്യങ്ങളൊന്നും ഇല്ലേ? സുധാകര വഞ്ചക നിന്നെ ഞങ്ങൾ എടുത്തോളാം പ്രസംഗിക്കാൻ. അത് ഏത് വിഭാഗത്തിന്റെ മുദ്രാവാക്യ? അത് വേറൊരു ഭാഗമാണ്. അത് മാത്രമല്ലോ, വേറെന്തൊക്കെയാ വിളിച്ചേ? അവസാനം ചെറ്റയെന്ന് വിളിക്കുക. ഓ, അതാരാ വിളിച്ചത്? ഞാൻ വിളിച്ചിട്ടില്ല. മൂപ്പരല്ലത്ര, മുഖ്യമന്ത്രിയിൽ നിന്നാണ് ഇത് വരുന്നത്. CMA അങ്ങനെ നമ്മൾ വിളിക്കലുണ്ടോ? ഈ ചെറ്റത്തരം എന്ന വാക്ക് എപ്പോഴാണ് ഇത്രമാത്രം അശ്ലീലമായി മാറിയത്, അല്ലെങ്കിൽ അൺപാർലമെന്ററി ആയത് നിനക്ക് മനസ്സിലാകുന്നില്ല? പോളിറ്റ് ബ്യൂറോക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിശദീകരിച്ചു കൊടുത്താണ്. നമ്മൾ എപ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ വാക്കുകൾ അനുവദിച്ചിട്ടുള്ളത്? വർഗശത്രുക്കളുടെ പാളയത്തിൽ ചെന്ന് നമ്മുടെ പാർട്ടിയെ കടന്നാക്രമിക്കുമ്പോൾ അത്തരം ഒരു വ്യക്തിയെ നമ്മൾ തീർച്ചയായിട്ടും തീക്ഷ്ണമായി വിമർശിക്കും. ആ വിമർശനമാണ് ഇപ്പോൾ സുധാകരനെതിരായിട്ട് നമ്മുടെ നേതാക്കൾ നടത്തിയത്. അതാണപ്പോ സംഭവിച്ചത്. വേറെന്തെങ്കിലും പറഞ്ഞോ? അത് തന്നില്ലേ, ഇത് തന്നില്ലേ, മറ്റത് തന്നില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് വളരെ മോശമായി. ഇത്രയും കാലം MLA മന്ത്രിയൊക്കെ ആക്കിയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കാൻ പറ്റുമോ? മാർക്സിസ്റ്റ് വിരുദ്ധമായ ചോദ്യമാണെന്ന് കോൺഗ്രസ്സുകാരായതിന് മനസ്സിലാക്കണം. മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. പാർട്ടിയിൽ നിന്ന് പോയ G. സുധാകരന് പാർട്ടിക്കാർക്ക് മാർക്സിസ്റ്റ് വിരുദ്ധ ചാപ്പ അടിച്ചു കൊടുത്തിട്ടുണ്ട്. സുധാകരന്റെ ആക്ഷേപങ്ങളൊക്കെ ബഹുമതികളായിട്ടാണ്. അപ്പൊ G. സുധാകരന് പാർട്ടി കൊടുക്കാതെ ഇരുന്ന ബഹുമതി ഇപ്പൊ എന്താ? AKG ഭരിക്കുന്ന MP ആയിരുന്നു. അപ്പൊ പിന്നെ മരിക്കണത് വരെ MLA ആകണതിൽ തെറ്റൊന്നുമില്ല. ഭരിക്കുന്ന നമ്മുടെ പ്രൈം മിനിസ്റ്റർ അല്ലേ? അപ്പൊ നമ്മക്കും മരിക്കണത് വരെ വേണമെങ്കിൽ മന്ത്രി ആവാം. ശാസ്ത്രി മരിക്കുന്ന സമയം വരെ പ്രൈം മിനിസ്റ്റർ അല്ലേ? എന്നിട്ടാണ് സുധാകരനോട് ഇനി മത്സരിക്കണ്ടെന്ന് പറഞ്ഞത്. ഇന്ദിരാഗാന്ധി അക്രമികളാൽ വെടിയേറ്റ് മരിക്കുന്നത് പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ്. അതാണ് AKGനെയും നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിനെയും ഒക്കെ പോലെ ഒന്നാവണം എന്ന് ആഗ്രഹിച്ചത്. ഇത്ര വലിയ തെറ്റാണോ പാർട്ടിക്കാരെ? രാജ്യത്തിന് നല്ല കീഴ്വഴക്കമാണ്. നല്ല കീഴ്വഴക്കാണ്. പക്ഷെ പാർട്ടിക്കാർക്ക് മനസ്സിലായില്ല. എന്താ ഇപ്പൊ ഒരാള് മരിക്കണത് വരെ മന്ത്രിയായ എന്താ ഇപ്പൊ ഇത്ര പ്രശ്നം? പത്രമാധ്യമങ്ങൾ നല്ല ആൾക്കാരാണ്, നിങ്ങൾ ഇതൊക്കെ എഴുതണം. പത്രമാധ്യമങ്ങൾ എഴുതുകയും പറയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവണുണ്ടോ? ഈ പറഞ്ഞയാൾ ഇതിനേക്കാൾ അപ്പുറം ഇനി പറയും. ഇങ്ങക്കിത് കേട്ടിട്ട് എന്താ തോന്നിയേ? മൂപ്പര് പറഞ്ഞ ആഗ്രഹങ്ങള് വലിയ തെറ്റില്ലല്ലോ. ഇനിയും കൂടുതൽ ജീർണതയിലേക്ക് അദ്ദേഹം പോയേക്കാമെന്നാണ് തോന്നുന്നത്. ഇപ്പൊ പറഞ്ഞത് സുധാകരേട്ടൻ കേട്ടോ? ക്രിയാത്മകമായ ഭാഷയിലാണ് പറയുന്നത്. വേറെ ആരെങ്കിലും നിങ്ങളെ കുറിച്ച് ഇതേപോലെ വർണ്ണിച്ചിരുന്നോ? സുധാകരൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തലതിരിച്ചാണ് വായിക്കുന്നത് എന്ന് പറയുന്നത് വിജയരാഘവന്മാർ. അത് മോശമായി. അതെന്താ സഖാവേ അങ്ങനെ പറഞ്ഞേ? പഴയ 2000 ഉറുപ്പ്യ ഇപ്പോൾ ചിലപ്പോൾ മാർക്കറ്റിൽ എന്തായാലും അതിന് മൂല്യമില്ല. അത് കേട്ടോ? ഇങ്ങളും പഴയ 2000 നോട്ടും ഒരേപോലെയാണ്. അതായത് നിങ്ങൾക്ക് മൂല്യമില്ലാന്ന്. ബ്യൂറോ മെമ്പറാണ്. വ്യക്തികളെയാണ് പോളിറ്റ് ബ്യൂറോയിൽ. അതാ, അത് പോളിറ്റ് ബ്യൂറോക്കാർക്കാണ്. പാർട്ടിക്ക് പുറത്തു പോയിട്ടുള്ള ഒരാൾക്ക് അദ്ദേഹത്തെ വാക്കുകൾക്ക് മൂല്യമില്ല. അതൊക്കെ പോട്ടെ, നിങ്ങളെ പ്രചരണം എങ്ങനെ പോണു? മൂല്യം ഉണ്ടാവോ? സംസാരിക്കുന്നില്ല അങ്ങ്. അല്ല, നിങ്ങളൊന്നും മുണ്ടൂലേ? കുട്ടി മിണ്ടുന്നില്ല. എങ്ങനെയുണ്ട് പ്രചരണം? 2 റിപ്പോർട്ടർമാര് തലങ്ങും വിലങ്ങും ചോദിച്ചിട്ടും മൂപ്പർക്ക് മിണ്ടാട്ടല്ല. അതാ ജീപ്പ് എടുക്കാൻ പറഞ്ഞു. ചെറിയൊരു ദേഷ്യം ഉണ്ടോ? ചിലപ്പോ ജീപ്പിന്റെ കളറ് പറ്റാനിട്ടാന്ന് വിചാരിച്ച് ജീപ്പിന്റെ കളർ ഒന്ന് മാറ്റിവെക്കി. എന്താ CMA മൂപ്പര് ഡ്രൈവറോട് ഇങ്ങനെ ദേഷ്യപ്പെടണേ? ഇനിയും കൂടുതൽ ജീർണതയിലേക്ക് അദ്ദേഹം പോയേക്കാമെന്നാണ് തോന്നുന്നത്. അപ്പൊ ജീർണിച്ചതും ജീർണിക്കാത്തതൊക്കെ ആയിട്ടുള്ള ആലപ്പുഴയിലെ ബാക്കി മുദ്രാവാക്യങ്ങൾ റിസൾട്ട് വന്നതിന് ശേഷം കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.